നാളിൽ വിജയപ്രഭയിൽ വിന്തലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയെങ്കിൽ ചേർക്കണമീശോ. ഞാൻ വിളിക്കുന്നു, മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ ഈ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ അതിന് രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. അവൻ തന്നെയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അവന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസന്നെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ഞങ്ങളെ മേൽച്ചേച്ചി വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി എത്തിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴിയിൽ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ യേശുവിന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാന്തത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും. സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. ചില വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷകളുടെ രാഷ്ട്രീയാസ്തിയുടെ ജീവജലത്തിനും പിതാമത്തുന്ന പരിശുദ്ധമായ പ്രവേശനായിരിക്കും. കർത്താവിനെ പ്രകൃതിക്കും അങ്ങയുടെ അന്തിമ വിധിനാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിലനിർത്തണമേ. നല്ലവരത്വനം ഭാഗേ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുകാൽ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്ന അഭയം നീ നൽകണമേ മൃതനായിട്ടും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതനാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരൻ നോക്കണമേ. സന്തോഷത്തിലുള്ളവരാനന്ദിക്കും.
ജീവിക്കും കർത്താവിൻ ശോരിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാമൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിക്കില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പരിശുദ്ധമാവിന്റെ സ്തുതി. ഭാവാപുത്രൻ റൂഹായി മൃതനാമിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതലേക്കുവാമേൻ തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ആകാശത്തിലും ഭൂമിയിലും സ്ഥിതിരഹിതനാകുന്നു. ജനവിധികളുടെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മൃതത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും കടലമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പൊങ്ങി മുഴങ്ങും കാലനാദം. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. രവികലമോലം മുഖരാൻമൃതരെ മഹിമാവഴുകും മനവരെങ്കിൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ ഗ്രഹിക്കണമേ. മനുഷ്യമായ ദൈവമേ, അഭേദ്യമായ നികൾക്കനുസരിച്ച് മരണവഴി ലോകത്തിൽ വരുന്നതുമായ പ്രിയ സഹോദരന്റെ ആത്മാവിന് വിശുദ്ധ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവയിലേക്ക് ആനയിക്കുവാനായി വാൻമേഘമേ പ്രത്യക്ഷനാകുമ്പോൾ കണ്ണുകണ്ടില്ലാത്തതും കാത് കേട്ടില്ലാത്തതും മനുഷ്യരുടെ മാത്രമില്ലാത്തതുമായ ധ്യാനത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടുത്തെ പരിശുദ്ധരോടുകൂടി പാടുകൊടുക്കുവാൻ വേണ്ടി രീതിയിലെത്താൻ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശദീകരിക്കുകയാണ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തൊടുപുഴ മാസാമപ്പുറയിലെ വിദ്യാലയത്തിന് താമസിക്കുന്നതായിരിക്കും. അതിനുശേഷം അച്ഛന് ബാക്കി മൃഗസംസ്കാരങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു. എല്ലാവരും പ്രശ്നങ്ങൾക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ ഭൂമിയിൽ നിർമ്മിക്കുന്നു. ആരാധനായ മനുഷ്യരും
പരിമിതമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നെല്ലിരുന്ന സ്ഥലവും അജാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യന് ക്ഷേമം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ നമ്മെ വിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവിതത്തെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദപ്പെടുവാനിടുവാൻ ദാസിക്കുമരണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദ്യ പിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മറ്റൊരു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വിശ്വാസമാകുന്നു വിരമിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജന് ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മധ്യരമധ്യത പുണരുന്നു, ക്ഷയമുള്ള ക്ഷയനാകും. മധ്യതയേവം സകലേശൻ നിരന്തരം നൂതനമാക്കുന്നു. പാടി നമിക്കുന്നേ വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയോടന്തിമ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെന്നെ നിർത്തണമേ. നല്ലവരത്തു വലംഭാഗേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ ഇഷ്ടപോലെ എന്റെ സഹോദരരെ, മനുഷ്യരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം എഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർത്തുകയും നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് അടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലാകയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ എഴുന്നള്ളവരും മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും.
അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥനയുടെ വക്കിലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടഞ്ഞിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാക്കുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിജയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മറ്റോടും കൊടുക്കുന്ന കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ കുറയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ, ഞങ്ങളുടെ മേൽപ്പങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഈ കുടുംബാംഗങ്ങളെയും പ്രാർത്ഥക്കാരെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കളെയും വിശ്വാസത്തിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിനും ഭൂമിയുടനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ദിവസം വേസനിയായി സോദരിമാരാം മാതാമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുമേൽപ്പെട്ട് കരഞ്ഞു കരഞ്ഞ ഒന്നൊരു ദിവസം വേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ജീവനുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയുടന്തികമാന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. ഒന്നൊരു ദിവസം വേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു.
എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം മേൽപ്പള്ളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും സന്ദേഹത്തിന് മേൽപ്പള്ളെ ജീവിതകാലത്ത് നൽകിയ എല്ലാ നന്മകളും ഓർത്ത് ദൈവത്തെ നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഈ 56 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം അനുമതി കൊടുത്തു. 50 വർഷമായിട്ട് ക്യാൻസർ രോഗത്തിന് അടിമയായിരുന്നെങ്കിലും കഴിയുന്നത്ര എല്ലാവരെയും സ്നേഹിക്കുവാനും അതോടൊപ്പം തന്നെ സ്നേഹം പങ്കിടുവാനും പരമാവധി ശ്രമിച്ചു. ഒരു നല്ല കാലം കൊടുത്തുകൊണ്ട് ദൈവം സർവ്വരാജ്യത്തിന് പങ്ക് തയ്യാറാക്കി നമുക്ക് ദൈവത്തിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഇവിടെയുള്ള നമ്മുടെ അളിയനെയും ജിനുവാനെയും ഒന്നിയെയും എല്ലാ ബന്ധുമിത്രാളിനെയും പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് അളിയനും ജിനയ്ക്കും ജോബിനും ഒന്നിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അവർക്ക് വിശ്വാസത്തിൻ്റെ ആ വിശ്വാസത്തിലൂടെ ധൈര്യം പകർന്നുകൊണ്ട് വീണ്ടും നമുക്ക് പ്രകടമായിട്ട് സ്വർഗത്തിൽ കണ്ടുകൂട്ടാൻ സാധിക്കുന്ന വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. അതിലേക്ക് ആ വിശ്വാസം ഈ ദുഃഖം സഹിക്കുവാനുള്ള ശക്തി അവർക്ക് നമുക്കോട് നിന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തുകൊണ്ടെന്നാൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിനോടുകൂടെ സ്ത്രീകൾ അങ്ങനെയുള്ളതാകുന്നു, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഭവനത്തിലേക്കുള്ള പ്രാർത്ഥന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. Oh
പരിശുദ്ധനാകുന്നു. ഇല്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഇല്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങൾ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിനക്ക് സ്തുതി. ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, ജീവന്റെയും മരണത്തിന്റെയും അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പനയിലും ഓരോ പാപത്തിലും മരണത്തിലും പ്രതിനിധിയായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രമുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തുനിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഇന്ദിരാസിന്റെ സംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസഭയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസ്സിന്റെ നിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിലും സമാധാനമുള്ള പുറപ്പാടിലും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപയുകയും ചെയ്യണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ജാതികളെ, നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പേൻ. സകല ഭൂവാസികളുമായുള്ളവരെ ക്ഷമിക്കൊള്ളുവേൻ. എന്തെന്നാൽ മനുഷ്യരുടെ സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. എന്നാലും നീ മനുഷ്യർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? നീ മനുഷ്യരെ എളിമയിലേക്ക് തിരിയുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്തു. മനുഷ്യൻ പുകയ്ക്ക് സദൃശമാകുന്നു, അവന്റെ ദിവസങ്ങൾ വേൽ പോലെ കടന്നു പോകുന്നു. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിൽ അറിയുന്നു, നാം മണ്ണാകുന്നു എന്നവൻ ഓർത്തിരിക്കുന്നു. എന്തെന്നാൽ കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നുമില്ല. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായാലും കർത്താവിനെ സ്തുതിക്കുകയില്ല. പരിശുദ്ധ റൂഹായിക്കും സ്തുതി.